അതാ ഉണ്ണിക്കണ്ണന്റെ ഫാൻസ് ഒക്കെ ഇവിടെ ഇളകി തിമിർക്കാണ് അല്ലേ? നിങ്ങൾ കൊറേ പേരെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്തോ അവൻ എന്തോ പറയാണ്ട് ഇത്രേ പറയാതെ നിനക്ക് ആ ചേട്ടനെ അല്ലേ? ആ ചേട്ടനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? വേറെ അതിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അതാ വേറെ ആരും ആ ചേട്ടനെയും കണ്ടിട്ടുണ്ട്. വേറെ ചേച്ചിമാരാരെങ്കിലും? ചേച്ചിമാരെ കണ്ടിട്ടില്ല. എന്നാ അതില് ചേച്ചിമാരൊക്കെ സെലിബ്രിറ്റീസാ. അവരൊക്കെ ഇതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരാ. TV പ്രോഗ്രാമിലൊക്കെ ഉള്ള ചേച്ചിമാരാ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി നോക്കിയ കണ്ടുണ്ടാവും. നമ്മുടെ മഴയിൽ മനോരമ കോമഡി പ്രോഗ്രാമിലൊക്കെ ഉള്ള സുമി ചേച്ചി അങ്ങനെ എല്ലാ ആൾക്കാരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്നസെന്റ് എന്ന മലയാള മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. സോ ഞാൻ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവർക്ക് 2 വാക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഞങ്ങൾ അച്ഛൻ്റെ അമ്പലം അണയാത്ത ദീപങ്ങൾ എന്ന ഭരണസമിതിയോട് ഒരു പ്രത്യേക നന്ദി പറയാണ്. ആലിങ്ങൽ അമ്മ ടീമിന് കിടിലൻ വേദിയാണ് തന്നിരിക്കുന്നത്. ഒന്നും പറയാനില്ല. കാരണം ഒരുപാട് ദിവസങ്ങളായിട്ട് അവർ സോഷ്യൽ മീഡിയയിലൂടെയും നല്ല രീതിയിൽ ഞങ്ങൾക്ക് പ്രോത്സാഹനം തരേണ്ട നല്ല രീതിയിലുള്ളൊരു സ്വീകരണവും തന്നു. അതിനൊത്തിരി അവരോട് നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഈ നവംബർ 7-ാം തീയതി ഞങ്ങളും ഇതിൻ്റെ ഇന്നസെൻ്റ് എന്നൊരു മൂവിയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പുമുളകിൻ്റെ സംവിധായകൻ കൂടിയായ സതീഷ് തരൺ സാറാണ് നിൽക്കുന്നത്. ആള് തന്നെ സംസാരിക്കട്ടെ ബാക്കി. നമസ്കാരം. ഈ 7-ാം തീയതി ഇറങ്ങുന്ന സിനിമയുടെ സംവിധായകനാണ്, ഉപ്പുമുളകിൻ്റെ സംവിധായകനായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഒത്തുപിടിച്ച് നമുക്ക് ഈ സിനിമ ഒന്ന് വിജയിപ്പിക്കാം. ആലിംഗനമ്മ ഉണ്ട് ആ സിനിമയ്ക്കകത്ത്. രണ്ടാമത് ഇപ്പോൾ നിൽക്കുന്ന ഇവിടെ എല്ലാവരും ഉണ്ട്. എനിക്ക് എല്ലാവർക്കും കാണാമല്ലേ? എല്ലാവരും ഈ റൗണ്ടിൽ പരിപാടി ആയതുകൊണ്ട് എല്ലാവരെയും കാണാം. ഇത് ഇവിടെ വന്നപ്പോൾ തന്നെ എല്ലാ ഫാൻസും മൊത്തം ഉണ്ണിക്കണ്ണനാണ്. അപ്പോൾ ഉണ്ണിക്കണ്ണ ഒന്ന് തിരിഞ്ഞു ഇവനെ ചവർമ്മയ്ക്കകത്ത് കുത്തിക്കറക്കം പോലെ കറക്കേണ്ടി വരും. മൊത്തം കാണാൻ വേണ്ടി ഒന്ന് കാരണം ചവർ ഉണ്ണിക്കണ്ണൻ വളരെ ഉണ്ണിക്കണ്ണൻ നല്ല ഫാൻസുള്ള സ്ഥലമാണത് അല്ലേ? ഇനി ഞാൻ അശ്വിനെയും കൂടെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അശ്വിന എനിക്കൊന്ന് ടെലിവിഷനിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ ഒരു ആർട്ടിസ്റ്റാണ്. ഇനിയുള്ള സിനിമകളിൽ നിങ്ങൾക്ക് വലിയ വലിയ സിനിമകൾ കാണാൻ പറ്റുന്ന ഒരു താരമായിട്ട് മാറും. നമ്മുടെ ഇന്നസെൻറ്റിലും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ടൊന്ന് സിനിമ പോയി കാണണം എല്ലാവരും. ഇനി ഈ റൗണ്ടിൽ നിന്ന് ഞാൻ പറയേണ്ടി വരും. ഞാൻ ഒന്നുകൂടെ ബാക്കിയുള്ളവരോടൊന്ന് പരിചയപ്പെടുത്തട്ടെ. ഇത് ഹിൽഡ ടീച്ചറാണ്. പ്രത്യേകിച്ച് ഒരു മലയാള സിനിമയിൽ ഒട്ടനവധി സിനിമ ഈ ലുക്കിലല്ലെന്നേ ഉള്ളൂ, കുറേ സിനിമകൾ ഇപ്പോൾ ലോക വരെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചാൽ പല സിനിമകളിലും ഈ മുഖം കാണാം. ഇനി നസ്ല അഡ്വക്കേറ്റാണ്. നസ്ല മഞ്ചേരിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റാണ്. അപ്പം നസ്ലയും ഈ സിനിമയിലൊരു ഭാഗമാണ്. സുമി എല്ലാവർക്കും അറിയാം. നമ്മൾ ടെലിവിഷനിൽ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന കോമഡി സ്കിറ്റുകൾ ഒരുപാട് ചെയ്യുന്ന, നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യപ്പെടുന്ന ആളാണ് സുമി. സൂര്യശ്രീയും ഐറ്റം വേറെ എന്ന് പറയുന്ന ഫ്ലവേഴ്സ് ടിവിയിലെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇത് ഡയന എനിക്ക് തോന്നുന്നു സിനിമയിലേക്ക് ആദ്യമാണ്, ഷോർട്ട് ഫിലിമിലൂടെയൊക്കെയാണ് കുറേ വന്നിട്ടുള്ളത്. ഇനി അമൃത തിരുവനന്തപുരംകാരിയാണ്. ഈ സിനിമയിൽ നന്നായിട്ട് അത്യാവശ്യം വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഈ സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ അടുത്തിടയ്ക്ക് വൈറലായ അൽത്താഫ്, ജോമോൻ, അനാർക്കലി, അന്നാപ്രസാദ്, അങ്ങനെ തുടങ്ങി മലയാള സിനിമയിൽ ഒരു 10-26ഓളം ആർട്ടിസ്റ്റുകൾ, ഇവർക്ക് പുറമെ 26ഓളം ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചൊരു സിനിമയാണ്. 7-ാം തീയതിയാണ് റിലീസ്. ഈ ഇത്രയും പേര്, അതായത് എനിക്ക് തോന്നുന്നു
ഞാൻ വന്നപ്പോൾ പറഞ്ഞു, അതായത് അച്ഛൻ്റെ അമ്പലം എന്ന് പറയുന്ന ഈ ടീം വളരെ ഗംഭീരമാണ്. ഈ പേര് തന്നെ ആദ്യം കയ്യടി കൊടുക്കണം, ഗംഭീരമാണ്, ഗംഭീരമായിട്ടുള്ള പേര്. അപ്പം നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുപിടിച്ചാൽ നമ്മുടെ സിനിമ ഒന്ന് വിജയിപ്പിച്ചിരുന്നു കേട്ടോ. അത് ആ സൈഡ് നോക്കിക്കോളും. പിന്നെ അതിലുപരി എനിക്ക് ആലിംഗലമ്പലമാണ് നന്ദി പറയേണ്ടത്. കാരണം ഞങ്ങളുടെ ഒരു കുടുംബമാണ്. ഞങ്ങൾ ഈ സിനിമയിൽ ആദ്യത്തെ ഒരു 10 മിനിറ്റിനകത്ത് ഇവരും ഭാഗമായി വന്നിട്ടുണ്ട്. ഗംഭീരമായിട്ടൊരു പാട്ട് ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ വരും ദിവസം 7-ാം തീയതി ഞങ്ങൾ കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും 100-ഓളം തിയേറ്ററുകളിൽ ഒരു മെഗാ കൈകൊട്ടിക്കളി തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, എല്ലാ തിയേറ്ററുകളിലും. ഇതെല്ലാം കണ്ട് ഞങ്ങളുടെ കൂടെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന്, കലാകാരന്മാരാണ്, എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് ഞങ്ങൾ ചോദിക്കുകയാണ്. വളരെ സന്തോഷം. പിന്നെ ഞങ്ങൾക്കൊരു ഉറപ്പ്, ഈ നമ്മുടെ അച്ഛൻ്റെ അമ്പലം ടീമിനടുത്ത് ഉറപ്പ് തരാൻ പറ്റുന്നത്, നിങ്ങൾ പറയുന്നൊരു തിയേറ്ററിൽ ഞങ്ങളുടെ സിനിമയിൽ ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ താൻസാനിയൻ തന്നെ കിളിയപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്, അവനെയും കൂടെ കൊണ്ടുതരാം. നിങ്ങൾ പറഞ്ഞാൽ ഒരു തിയേറ്റർ മൊത്തവും അച്ഛൻ്റെ അമ്പലം പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ പറയണം, ഇത്രയും പേർക്ക് കൂടെ കാണാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അവരെ കൊണ്ടുതരാമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. പക്ഷെ ഇത്രയും പേര് വരണം തിയേറ്ററിൽ കേട്ടോ, ഞങ്ങളെ പറ്റിക്കരുത്. ശരി, വരും